ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. സോ വെൽക്കം ടു ദ വീഡിയോ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു വയനയില, 2 തക്കോലം, കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, നമ്മുടെ പെരിഞ്ജീരകം, പിന്നെ ഏലയ്ക്ക, ഒരു മാഗിയുടെ ക്യൂബ് ഇടുന്നുണ്ട്, ചിക്കൻ ക്യൂബാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കനാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 5 പേർക്കുള്ള മന്തിയാണ്, ഒരു നേരം കഴിക്കാനുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി മാഗി ക്യൂബിനകത്ത് ഉപ്പുണ്ട്, അപ്പോൾ നമ്മളതനുസരിച്ച് ഉപ്പിട്ടാൽ മതിയാവും. പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് റെഡ് കളറാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഞാനൊരു കാണാൻ ഒരു അട്രാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് എഡിബിളായിട്ടുള്ള ഫുഡ് കളർ ചേർക്കുന്നത്. റെഡ് കളറാണ് കേട്ടോ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ജാതിയുടെ ക്യൂബ് പെട്ടെന്ന് അങ്ങോട്ട് പൊടിയില്ല, അപ്പോൾ ഞാൻ നന്നായിട്ട് തിരുമ്മി അത് പൊടിച്ചിട്ട് ഞാനത് അങ്ങോട്ട് തേച്ച് വെക്കുന്നുണ്ട്, നന്നായിട്ട് ഇതാക്കുന്നുണ്ട്, കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് പ്രത്യേകിച്ച് വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇത്ര തന്നെ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം മന്തി ഒത്തിരി സ്പൈസി അല്ലല്ലോ. അങ്ങനെ ഞാൻ ചിക്കൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെക്കണേ. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ പോലെ ആയിട്ട് വരും. അങ്ങനെയാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചാൽ ആ ടേസ്റ്റ് അല്ല, ഇതിന് നമുക്ക് ഓയിൽ തന്നെ ഒഴിക്കണ്ടേ. അങ്ങനെ ഒന്നിനും മുകളിൽ കിടക്കാത്ത രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കണം. എന്നാലാണ് ആ ഒരു മന്തിയുടെയൊക്കെ ഒരു ഇത് വരുള്ളൂ കേട്ടോ. അപ്പം നല്ല അടിവീതിയുള്ള പാത്രം, താഴെ വീതിയുള്ള പാത്രം എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റണേ. അങ്ങനത്തെ അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരി എടുക്കുന്നുണ്ട്. സെല്ല റൈസാണ്, മന്തിയുടെ റൈസ് സെല്ല റൈസാണ് കേട്ടോ. നമ്മുടെ ബിരിയാണി അരി, ബസ്മതി അരി ഒന്നും പറ്റില്ല. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ അരിയാണ് കേട്ടോ. അത് 2 നാഴി അരി എടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ചോറ് വെക്കുന്നവരെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നതാണ്. ആ വെള്ളം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇടുന്നത് 2 ഉണക്ക നാരങ്ങ, പിന്നെ ഒരു വഷണയില, പിന്നെ നമ്മുടെ തക്കോലം, ഗ്രാമ്പു, കറുവാപ്പട്ട, 2 പച്ചമുളക്, പെരിഞ്ജീരകം, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഈ മന്തിയിൽ മെയിനായിട്ട് വരുന്ന ടേസ്റ്റ്, ആ ചോറിന് വരുന്ന ടേസ്റ്റ് ഈ ഒരു ഉണക്ക നാരങ്ങയുടെയാണ് കേട്ടോ. അങ്ങനെ അത് ഞാൻ അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഇതിൻ്റെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം തിരിച്ച് വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി, അപ്പോൾ ആ ചിക്കൻ അതിനുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചിക്കന് എല്ലാം തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അടുത്ത സൈഡ് ഞാൻ ആക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം തിളച്ചു. അതിനകത്തോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരി ഞാൻ പതിയെ ഇട്ട് കൊടുത്തു, മൂടി വെച്ചു. കുറച്ച് കഴിഞ്ഞൊരു 8 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. അരി തിളച്ച് വെന്തു. ഇത് ഞാനിപ്പോൾ അടച്ചിടാൻ പോവാണ് കേട്ടോ. നമ്മുടെ വേവ് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അരി അടച്ചിട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു ചട്ടി ഉണ്ടാക്കാൻ പോവാണ് മന്തിയുടെ. അതൊരു 3-4 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് സവാള, ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മല്ലിയില, പുതിനയില, ഇത്രയാണ് കേട്ടോ എടുക്കുന്നത്. പുതിനയിലയുടെ ടേസ്റ്റാണ് മുമ്പോട്ട് നിൽക്കണ്ടേ. തക്കാളി 1 അല്ലെങ്കിൽ 1.5 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഇഞ്ചിയുടെ ആവശ്യമില്ല കേട്ടോ, വെളുത്തുള്ളിയാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് എടുത്തേക്കുന്നത്. ചിലർ ഒന്നുകൂടെ കുറുക്കി മിക്സാക്കി എടുക്കുന്നവരുണ്ട്, ചിലർ നീട്ടിയെടുക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്തു, ചോറും വെന്തു. ചോറ് ഞാൻ തിളപ്പിച്ചൂറ്റിയെടുത്ത് ചോറ് ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അങ്ങനെ നന്നായിട്ട് ഒന്ന് ഇതാക്കി ഞാനപ്പോൾ ഓൾറെഡി ഇതിനകത്ത് നാരങ്ങ എടുത്ത് കളഞ്ഞു കേട്ടോ. കാരണം നാരങ്ങ ഇനി കിടക്കണ്ട വിചാരിച്ചിട്ട് നാരങ്ങ എടുത്ത് മാറ്റി ബാക്കി ചോറ് നന്നായിട്ട് എൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു കറിപ്പാത്രം എന്തെങ്കിലും ഒന്നിങ്ങനെ വെക്കുന്ന നന്നായിട്ടിരിക്കും കേട്ടോ, നല്ലതായിരിക്കും. പിന്നെ ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മഞ്ഞൾപ്പൊടി ഉണ്ടോ, മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് നമ്മുടെ ഓയിലൊന്ന് ഇതാക്കി എടുത്താണ് കേട്ടോ. പിന്നെ ഒരു റെഡ് കളറും ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം, സ്മോക്ക്. മന്തിക്ക് ഇതിൻ്റെയും ടേസ്റ്റ് വരണം. പിന്നെ നമ്മുടെ ആ ഉണക്ക നാരങ്ങയുടെ ടേസ്റ്റാണ് മന്തിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ സ്മോക്കും കൊടുത്തതിന് ശേഷം ഞാൻ തുറക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതായ എടുത്ത് നല്ല മണമാണ് കേട്ടോ, മന്തിയുടെ സൂപ്പർ മണമാണ്. അങ്ങനെ ഞാൻ സെർവ് ചെയ്യുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന മന്തിയെക്കാട്ടിലും എനിക്കിഷ്ടമാണ് ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന മന്തി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.